ഇപ്പോൾ നമ്മൾ വിശദമായി കടക്കുകയാണ് ഓരോ വാർത്തകളിലേക്കും. ആദ്യം നമ്മൾ പോകുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തവും സുസ്ഥിരവുമാക്കാൻ ധാരണയായിരിക്കുന്നു എന്നുള്ള വാർത്തയിലേക്കാണ്. ഓഗസ്റ്റ് അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കും. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളിൽ ചൈനയിലെ ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സുസ്ഥിരവും ക്രിയാത്മകവും ദൃഢവുമാകുമെന്നും അത് ആഗോള സമാധാനത്തിനും സമൃദ്ധിക്കും ഗുണം ചെയ്യുമെന്നും ഇന്നലെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരുന്നു. അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സമിതി രൂപീകരിച്ചു. അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അജയ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും ഊഷ്മളമാവുകയാണ്. അപ്പോൾ ഈ സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ, നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഇരു രാജ്യങ്ങളും എത്തിയിരിക്കുന്ന ധാരണകൾ എപ്രകാരമാണ്? ആര്യ, ഗുഡ് മോർണിംഗ്. ചൈനീസ് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള വാങ് യിയുടെ ഇന്ത്യ സന്ദർശനം തുടങ്ങിയപ്പോൾ തന്നെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള മഞ്ഞുരുകൽ അത് നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ്. ഇന്നലെ വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം സന്ദർശിച്ചതോടുകൂടി ഈ ഒരു മഞ്ഞുരുകലിൻ്റെ മറ്റ് ഘടകങ്ങൾ അത് കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. ഇന്ത്യ ചൈന ബന്ധം ഏറ്റവും രൂക്ഷമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെ കടന്നുപോയത് 2020 അതിർത്തി മേഖലയിൽ നടന്ന സംഘർഷത്തിലൂടെയാണ്. അതിനുശേഷം നമുക്കറിയാം, കോവിഡ് സമയത്ത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് സർവീസുകൾ നിർത്തിവെച്ചിരുന്നു. ഈ ഒരു സംഘർഷത്തിന് ശേഷം ഈ ഒരു ഫ്ലൈറ്റ് സർവീസുകൾ പൂർണ്ണമായി നിർത്തുന്നൊരു തീരുമാനമുണ്ടായിരുന്നു. അതുപോലെ നാഥുറാം പാസ് അടക്കമുള്ള മേഖലകൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ പ്രധാനമായിട്ടും വ്യാപാരം നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു. ഇവിടങ്ങളിൽ നിന്നുള്ള വ്യാപാരം നിർത്തിവെക്കുന്നു. ഇരു രാജ്യങ്ങളും പൗരന്മാർക്ക് മുമ്പത്തെ പോലെ വിസ അനുവദിക്കാതിരിക്കുന്നു. അതുപോലെ ഇന്ത്യക്കാർക്ക് ചൈനയിലേക്കുള്ള തീർത്ഥാടനം ഇതുൾപ്പെടെ തടസ്സപ്പെടുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകത്ത് തന്നെ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ലോകത്തിലെ ഒരു സാമ്പത്തിക ക്രമം അത് മാറി മറിയുന്ന അവസ്ഥ, ഈ ഒരു സമയത്തിൽ ഒരു ഗ്രേറ്റർ ഏഷ്യയ്ക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കണം എന്നുള്ള ഒരു നിലപാടാണ് തീർച്ചയായിട്ടും ഇന്ത്യയും ചൈനയും സ്വീകരിച്ചിരിക്കുന്നത്. വാങ് യി ഇന്നലെ തന്നെ പറഞ്ഞ ഒരു വാക്ക് പ്രസക്തമാണ്. ഇന്ത്യയെ ചൈനയ്ക്ക് ആവശ്യം ഒരു പങ്കാളിയായിട്ടാണ്, എതിരാളിയായിട്ടല്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ പ്രസ്താവന കൂടി, അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവന കൂടി പുറത്തു വരുന്നത്. ഇതിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാസം ചൈനയിൽ വെച്ച് നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയുണ്ടായിരുന്നു. ഈ മാസം 31 തീയതിയാണ് യാത്ര നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ചൈനയിലെത്തിയതിനു ശേഷം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ വർഷം ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ഈ ഒരു തരത്തിൽ നല്ല രീതിയിൽ തുടർന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. അത് അജിത് ഡോവലും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇരു രാഷ്ട്ര തലവന്മാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഈ ബന്ധത്തിലുള്ള ഈ മഞ്ഞുരുകലിലേക്ക് നയിച്ചതെന്ന് അജിത് ഡോവലും ഇന്നലെ പറയുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2026 ബ്രിക്സ് ഉച്ചകോടി അത് ഇന്ത്യയിൽ വെച്ച് നടത്താനാണ് ഇപ്പോൾ നിലവിൽ ഉള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഷീ ജിൻ പിങ് ഇന്ത്യയിലേക്ക് 2026 ഇന്ത്യ സന്ദർശനം അദ്ദേഹം നടത്തും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇരു രാഷ്ട്ര തലവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ബന്ധം സുസജ്ജമാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്നലെ പ്രധാനമന്ത്രിയുമായി വാങ് യി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പ്രധാനപ്പെട്ട എടുത്തു പറഞ്ഞൊരു മറ്റു കാര്യം, വികസ്വര രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം അത് കൂടുതൽ ശക്തമാക്കണം. ഏഷ്യ രണ്ട് രാജ്യങ്ങളും കൂടി ചേർന്ന് ഒരു നല്ല വ്യാപാര പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഈ തീരുവ 50% തീരുവ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ഈ ഒരു തീരുവ ആക്രമണത്തിന് ഒരു മറുപടി എന്നോണമാണ് ഇത്തരത്തിൽ വ്യാപാര ബന്ധം കൂടി സുസജ്ജമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, 2020 നിർത്തിവെച്ചിട്ടുള്ള ഫ്ലൈറ്റ് സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ തീർത്ഥാടകർക്ക് ചൈന വിസ അനുവദിക്കാൻ തീരുമാനിച്ചു. അതുപോലെ ചൈനയിൽ നിന്നുള്ള പൗരന്മാർക്ക് ഇന്ത്യയിൽ വ്യാപാരത്തിനും അതുപോലെ തന്നെ മറ്റ് ഈ ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്കും തീർത്ഥാടനത്തിനും തന്നെ ആരോഗ്യ കാര്യങ്ങൾക്കും ഉൾപ്പെടെ വിസ അനുവദിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ, അതുപോലെ മറ്റ് റെയർ എർത്ത് എലമെൻറ്റ്സ്, പിന്നെ ഈ
മറ്റ് ഈ പാലം തുറക്കുന്നതിനുള്ള മറ്റ് വലിയ യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെ ചൈന ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമെന്ന് ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മുമ്പ് നിർത്തിവെച്ചിരുന്നതായിരുന്നു. നാഥുറാം പാസ് വഴിയുള്ള വ്യാപാരം അത് പുനഃസ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചു. ഇത്തരത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇടയ്ക്കുണ്ടായിരുന്ന ഉപരോധങ്ങളെല്ലാം അവസാനിപ്പിക്കുകയാണ്. മാത്രമല്ല വടക്കൻ മേഖലയിൽ ഉള്ളതിന് സമാനമായി കിഴക്കൻ മേഖലയിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലയിൽ ഉൾപ്പെടെ സൈന്യവുമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ തീർക്കാനായിട്ട് പ്രത്യേക സമിതിയെ രൂപീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഉൾപ്പെടെ അതിർത്തി നിർണയം കൃത്യമായിട്ട് നടത്തും. ഇരു രാജ്യങ്ങളും അവകാശപ്പെടുന്ന പ്രദേശങ്ങളിൽ അത് കൃത്യമായിട്ടൊരു സമന്വയത്തിലൂടെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിർത്തിയിൽ ഇപ്പോൾ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിച്ച് കഴിഞ്ഞു എന്ന് തന്നെയാണ് അജിത് ഡോവൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയൊരു 75 വർഷം നീണ്ടുനിന്ന നയതന്ത്ര ബന്ധത്തിന്റെ പുതിയൊരു തലം അത് ഇന്നലത്തോടുകൂടി തുറന്നു കിട്ടുകയാണ്. ആര്യ, തീർച്ചയായും അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യ ചൈന ബന്ധം അത് കൂടുതൽ ഊഷ്മളമാവുകയാണ്, സുശക്തമാവുകയാണ്.